എന്റെ മോനെ, ഇനി ഒരു കല്യാണമൊക്കെ വേണ്ടേ? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കാവുന്നതേ ഉള്ളൂ. ടിന്റുമോൻ നായരല്ലേ? അതെ, ഞാനും നായരാട്ടോ. എന്താണ് ചേച്ചി ടിന്റുമോനുമായൊരു ചുറ്റിക്കളി? പോടി എവിടുന്ന്. അല്ല, നിന്റെ പ്രാക്ടീസ് ഒക്കെ എവിടെ വരെ എത്തി? പ്രാക്ടീസ് ഒക്കെ സൂപ്പർ ആയിട്ട് പോകുന്നു. ഇത്തവണ പാരഡി ഗാനത്തോടൊപ്പം ഡാൻസും ചെയ്യാൻ തീരുമാനിച്ചു. എടി, പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടാ. ടിന്റുമോനെ, നീ നോക്കിക്കോ, ഇന്ന് ഗ്രാൻഡ് ഫിനാലെയാണ്. ഇന്ന് നിന്നെ തകർത്ത് നിന്റെ രക്തത്തെ കുടിച്ച് ഫ്ലാറ്റും കാറും അടിച്ചു മാറ്റും. അത് അതിമോഹമാണ് മോനെ ദിനേശ, അത് അതിമോഹമാണ്. ഗ്രാൻഡ് ഫിനാലയുടെ അവസാനം വരെ നീ ഇരിക്കുമെന്ന നിന്റെ അതിമോഹം. എടി, കാറും ഫ്ലാറ്റും കൂടി ഞാൻ തന്നെ തുടങ്ങി വീണ്ടും. ചേച്ചി, എന്താടി ഇന്നിവിടെ നടക്കാൻ പോകുന്നത് കാറ്റും കൊടുങ്കാറ്റും ഒന്നുമല്ല, സുനാമിയാണ്, സുനാമി. നീ ഒലത്തും. ഓ എന്റെ കൃഷ്ണ, ഈ കൊടുങ്കാട്ടിനും സുനാമിക്കുമൊക്കെ ഇടയിൽ എന്നെ കാക്കണേ. കൃഷ്ണയിൽ മുങ്ങി ഞാൻ ആറ്റിൻ കാറ്റാൽ തണലേറ്റും കാണാൻ ആശിച്ചു നിന്നെ ഞാൻ. മുല്ലപ്പൂവിൻ തേനുകർന്നു പുഷ്പിതം ചെമ്പകം, ലീലകളാടി മയിലുകളാടി പുഷ്പിതം ചെമ്പകം. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തീരാ കൃഷ്ണയിൽ മുങ്ങി ഞാൻ ആറ്റിൻ കാറ്റാൽ തണലേറ്റും കാണാൻ ആശിച്ചു നിന്നെ ഞാൻ. മുല്ലപ്പൂവിൻ തേനുകർന്നു പുഷ്പിതം ചെമ്പകം, ലീലകളാടി മയിലുകളാടി പുഷ്പിതം ചെമ്പകം. ചുംബിക്കുന്ന നഗരവും കുഞ്ചുന്നു രസലയ കിളികളും, തങ്കത്തിൻ താഴിക കൂടമെന്തി തുങ്കമായി മുഴക്കുന്നു ധ്വനികളും. അമ്പരം ചുംബിക്കുന്ന നഗരവും കുഞ്ചുന്നു രസലയ കിളികളും, തങ്കത്തിൻ താഴിക കൂടമെന്തി തുങ്കമായി മുഴക്കുന്നു ധ്വനികളും. കാറ്റിൻ നാദം പോലെ വന്നു പുഷ്പിതം ചെമ്പകം, മതിയാവോളം തേനുകർന്നു പുഷ്പിതം ചെമ്പകം. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തീരാ കൃഷ്ണയിൽ മുങ്ങി ഞാൻ ആറ്റിൻ കാറ്റാൽ തണലേറ്റും കാണാൻ ആശിച്ചു നിന്നെ ഞാൻ. മുല്ലപ്പൂവിൻ തേനുകർന്നു പുഷ്പിതം ചെമ്പകം, ലീലകളാടി മയിലുകളാടി പുഷ്പിതം ചെമ്പകം. സാത്വിക ശാന്തത പുഞ്ചിരി തൂകുന്ന പൂക്കളും ചൊല്ലുന്നു അനുരാഗ ഗാനങ്ങൾ താനും തിരിഞ്ഞും ചുറ്റിലും സാത്വിക ശാന്തത പുഞ്ചിരി തൂകുന്ന പൂക്കളും
ചൊല്ലുന്നു അനുരാഗ ഗാനങ്ങൾ താനും തിരിഞ്ഞും ഗമിക്കയായി മുല്ലപ്പൂവിൻ തേനുകർന്നു പുഷ്പിതം ചെമ്പകം ലീലകളാടി മയിലുകളാടി പുഷ്പിതം ചെമ്പകം പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തീരാ കൃഷ്ണയിൽ മുങ്ങി ഞാൻ ആറ്റിൻ കാറ്റാൽ തണലേറ്റും കാണാൻ ആശിച്ചു നിന്നെ ഞാൻ മുല്ലപ്പൂവിൻ തേനുകർന്നു പുഷ്പിതം ചെമ്പകം ലീലകളാടി മയിലുകളാടി പുഷ്പിതം ചെമ്പകം. ഇന്നല്ലേ ആ റിയാലിറ്റി ഷോ നിന്റെ നാട്ടുകാരിന്റെ? കുറച്ച് ഫിഗർ മാത്രമേ ഉള്ളൂ. വിവരെന്ന് പറഞ്ഞ അതിനുണ്ടോ? അത് ടിന്റുമോ തന്നെ കൊണ്ടുപോകും. ബെറ്റർ ആ പറ്റുന്നുണ്ട്. ആ 1000 രൂപ ബെറ്റർ ഉണ്ടാ. ടിന്റുമോ തന്നെ കൊണ്ടുപോകും. ആ ലെറ്റ്സ് വെൽക്കം ടു ദ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പാരഡി ഗാന മത്സരം. എന്റെ കൃഷ്ണ, എന്റെ മോനെ കാത്തോണേ. നമസ്കാരം, വണക്കം. വെൽക്കം ടു ദ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പാരഡി ഗാന മത്സരം. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ ചാത്തൻ എലിവിഷൻ ആൻഡ് വീരപ്പൻ മുളകുപൊടി. ഇന്ന് ഈ പരിപാടിയുടെ ഫൈനൽ റൗണ്ട് ആണ്. ഇതിൽ ജയിക്കുന്ന ആൾക്ക് 5 കോടിയുടെ ഒരു ഫ്ലാറ്റും ഒരു സൂപ്പർ കാറും കിട്ടും. അതും കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത്. ഇത് ആർക്ക്? ടിന്റുമോനോ അതോ ഡുണ്ടുമോൾക്കോ? വെറും 5 മിനിറ്റ് കൊണ്ട് ഇത് തീരുമാനിക്കും. ഇതിനെ കുറിച്ച് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്ന മ്യൂസിക് ഡയറക്ടറും സിംഗറുമായ എച്ചിക്കാനം ഭാഗവതർ സാറിനോട് ചോദിക്കാം. ഈ പാരഡി മത്സരം, ഈ വെറൈറ്റി പരിപാടിയെ എങ്ങനെ കാണുന്നു സർ? ഞാനിതുവരെ എത്രയോ പരിപാടിക്ക് ജഡ്ജായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കിടിലൻ പരിപാടി ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ, താങ്ക് യു സർ. ടിന്റുമോനും ഡുണ്ടുമോളും ശക്തമായി ഒരല്പം പോലും വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് മുന്നേറുകയാണ്. എന്തും സംഭവിക്കാം. അതിനിടയിൽ പ്രേക്ഷകരെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞ ആഴ്ചയിലെ ഒരു മെസ്സേജ് ടിന്റുമോനാണ് അധികം. ദാറ്റ് ഈസ് ടിന്റുമോനാണ് ലീഡ് ചെയ്യുന്നത്. ഞാനൊരു വാക്കു തരും. അത് വെച്ച് വിത്തിൻ 5 സെക്കൻഡ്സിൽ നിങ്ങൾ ഒരു പാരഡി പാട്ട് പാടണം. ഓക്കേ, ലെറ്റ് us start ടിന്റുമോൻ. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ തോന്നലാണോ മകരസൂര്യനോമനിക്കും മന്ദബുദ്ധി പോലെ മുത്തുമാല ചാർത്തി നിൽക്കും കാട്ടുജാതി പോലെ. ഓക്കേ ഓക്കേ, സൂപ്പർ സൂപ്പർ. അപ്പൊ ഡുണ്ടുമോളെ ഡാ. ഡാഡി മമ്മി വീട്ടിലില്ല, തട പോലെ യാരുമില്ല, വിളയാട് ബൊമ്മ ഉള്ള വില്ലടാ. വെരി ഗുഡ് ടിന്റുമോൻ. ഇങ്ങാന്നൊക്കെ പറഞ്ഞായിരിക്കും പാട്ട് എഴുതുമോ? ആ, നിങ്ങള് മലപ്പുറത്തെ പെണ്ണുങ്ങളെ കണ്ടിക്ക, നിങ്ങൾ കോഴിക്കോട്ടെ ആണുങ്ങളെ കണ്ടിക്ക, കണ്ടില്ലെങ്കിൽ വാ ഇങ്ങോട്ടേക്ക് വാ. വെരി ഗുഡ് വെരി ഗുഡ്. നോ നോ നോ, ഇതൊന്നും സിനിമ പാട്ടല്ല. ഇതൊന്നും കണക്കാക്കാൻ പറ്റൂല. എങ്കിൽ നീ പാടിയ തമിഴ് പാട്ടല്ലേ കോപ്പേ? ഓഹോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പാടും. അത് ചോദിക്കാൻ നീ ആരുടെ പുല്ലേ? പുല്ല് നിന്റെ തന്തയാണോടി? എന്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ, നീ വിവരം അറിയും. പറഞ്ഞേക്കാം. നീ എന്ത് ചെയ്യോടി? പ്ലീസ് ബഹളം ഉണ്ടാക്കാതിരിക്കൂ. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന ഈ മത്സരത്തിന്റെ നിയമപ്രകാരം ആർക്കും എന്തും പാടാം. ഓഹോ, എങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഞാനൊരു അടിപൊളി ഇംഗ്ലീഷ് പാട്ട് പാടിയപ്പോ അത് കണക്കാക്കാൻ പറ്റില്ല എന്നല്ലേ മാഡം പറഞ്ഞ്? അയ്യോ മാഡം, ഇവിടെ പാടിയ അടിപൊളി ഇംഗ്ലീഷ് പാട്ട് ഏതാണെന്നറിയോ? ഈ ചെറിയ LKG കുട്ടികൾ പാടുന്നൊരു പാട്ടില്ലേ, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഇതാണ് ഇവളുടെ അടിപൊളി പാട്ട്. പോടി അവിടുന്ന്. ഓ, നിന്റെ സ്റ്റാൻഡേർഡ് പറയിപ്പിക്കണ്ട. നിന്റെ സ്റ്റാൻഡേർഡ് എനിക്ക് അറിഞ്ഞൂടെ. ഞാനൊരു ബോക്സറാ, അതോർത്തോ. നിന്നെ തല്ല ശരിയാക്കും. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയുണ്ടല്ലോ. പ്രേക്ഷകർ റിലാക്സ് ചെയ്യൂ. ഇനി ഒരു ചെറിയ കൊമേഴ്സ്യൽ ബ്രേക്ക്. ഉടൻ തിരിച്ചു വരാം. ബൈ. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പാരഡി ഗാന മത്സരം. അങ്ങനെ വളരെ സമാധാനമായൊരു അന്തരീക്ഷത്തിലാണ് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന ഈ പരിപാടി അരങ്ങേറുന്നത്. ഓക്കെ ടിന്റുമോനെ, ചായ എന്ന വാക്ക് വെച്ച്. ചായയോ? ആ, കിട്ടി 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 കിട്ടി. ചാക്കോച്ച ഓടിവായോ മറിയാമ ചേട്ടത്തിക്ക് നറ്റ്
വീണ് പോയി. കുളിക്കാൻ പറഞ്ഞാൽ അവൾ കുളിക്കത്തില്ല, നനയാൻ പറഞ്ഞാൽ അവൾ നനയത്തില്ല. കിടക്കട്ടെ 6 മാസം കിണറ്റിൽ തന്നെയവൾ fantastic. ഓ പരിപാടിയുടെ മൊത്തം സമയം കഴിഞ്ഞു. ഈ 2 പേരെ കൊണ്ടും ഒരു രക്ഷയുമില്ല. ഈ ഫ്ലാറ്റ് നീ ആർക്ക് കൊടുക്കും? ആ മാഡം, ഞാനൊരു അഭിപ്രായം പറയാം. തീർച്ചയായും. എങ്കിൽ ഞാൻ പറയുന്നത് ടിൻഡുമോനേക്കാൾ വളരെ നിലവാരമുള്ള പാട്ടുകൾ പാടിയത് ഡുണ്ടുമോളാണ്. അതുകൊണ്ട് ഈ പരിപാടിയുടെ വിന്നർ ഡുണ്ടുമോളാണ്. അവൾക്കാണ് 5 കോടിയുടെ ഫ്ലാറ്റും കാറും കൊടുക്കേണ്ടത്. അതെന്ത് പരിപാടിയാണ്? അല്ല, രണ്ടാളും ഒരേപോലെയല്ലേ ബൈ പാട്ടൊക്കെ പാടി? പിന്നെ ഞാൻ മോശവും അവള് നല്ലതൊക്കെ എങ്ങനെയാവുന്നത്? എന്തൊക്കെ കൂതർ പാട്ടുകൾ പാടിക്കുന്നത്? അങ്ങനെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന ഈ പരിപാടി അവസാനിച്ചിരിക്കുന്നു. ഡുണ്ടുമോളാണ് ഈ പരിപാടിയിലെ വിന്നർ. 5 കോടിയുടെ ഫ്ലാറ്റും ഓടിക്കാറും ഡുണ്ടുമോൾക്ക് സ്വന്തം. താങ്ക് യു സർ. ഇനി അടുത്ത സീസണിൽ കാണാം. നന്ദി, നമസ്കാരം. കഷ്ടായിപ്പോയി. നമ്മൾ എന്തെല്ലാം പ്രതീക്ഷയിലിരുന്ന ആ ഭാഗവതരൊക്കെ നശിപ്പിച്ചു. അയാൾ പണിയുടെ ഒരു ഭാഗം. അവനാ പെൺകുട്ടിക്ക് പാട്ട് പാടാൻ സിനിമയിൽ ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൾ പീഡിപ്പിച്ചവനാ. അവനാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ അപകടം വന്നു. സാരമില്ല, നമ്മുടെ ടീം അപാര ടാലന്റാണ് വ്യക്തിയ. ഇവിടെ തോറ്റാലും മറ്റെവിടെയെങ്കിലും ജയിക്കും. അതെനിക്ക് ഉറപ്പാ. അത് ശരിയാ. അച്ഛൻ അറിഞ്ഞോ 5 കോടിയുടെ ഫ്ലാറ്റും കാറും ഒന്നും ടിൻഡുമോന് കിട്ടിയില്ലാന്ന്? ആണോ? അവന് പണ്ടേ ഭാഗ്യമില്ലല്ലോ. നീയല്ലേ പറഞ്ഞത് ഇന്നലെ ടിൻഡുമോന് തന്നെ കിട്ടുന്നു. എന്നിട്ടെന്തായി? യഥാർത്ഥത്തിൽ ടിൻഡുമോൻ നല്ലോണം പെർഫോം ചെയ്തതാ. പക്ഷേ ഭാഗ്യം കൈവിട്ടുപോയി. എനിക്ക് അപ്പോഴേ തോന്നിയതാ അവന്റെ ലോറിയും കാറും ഒന്നും കിട്ടില്ലാന്ന്. മണി തരി ലാവണ്യ പൂശയിൽ ചമഞ്ഞു വിമല